അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിലെ പ്രമുഖരായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നഖഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം അഅ്മശ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന ഒരു സംഭവം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നഖഈ റളിയല്ലാഹു അൻഹു ധാരാളം ഖുർആൻ ഓതുന്ന ആളായിരുന്നു. കുറച്ച് സമയം കിട്ടിയാലും അവിടെ നിന്ന് എടുക്കും ഖുർആൻ, ഇങ്ങനെ ഓതും. നല്ല രസമാണ്. അതേ, ഖുർആനൊന്ന് ഓതി കിട്ടിയാൽ പിന്നെ രസമാണ്, പിന്നെ വല്ലാത്ത സന്തോഷമാണ്. പിന്നെ എവിടെയുണ്ട് സമയം ഒന്ന് ഖുർആൻ ഓതാൻ എന്ന് കൊതിച്ചു പോകും. അതാണ് മഹാന്മാരുടെ ജീവിതം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഇങ്ങനെ ഖുർആൻ ഓതുന്നവരായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട അഅ്മശ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരു ദിവസം ബഹുമാനപ്പെട്ടവർ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. അങ്ങനെ ആ സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ അരികിൽ ഒരാൾ പെട്ടെന്ന് വന്നു. അതായത് ബഹുമാനപ്പെട്ടവരെ കൊണ്ട് ദ്വാരിപ്പിക്കാനോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവരെ കൊണ്ട് എന്തെങ്കിലും വിഷയം പറയാനോ, അങ്ങനെ ഒരാൾ ബഹുമാനപ്പെട്ടവരുടെ അരികിൽ വന്നു. ആ മനുഷ്യൻ തൻ്റെ അരികിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ ബഹുമാനപ്പെട്ടവർ മുസ്ഹഫ് അവിടെ മടക്കി അവിടെ വേറെ സ്ഥലത്ത് മുസ്ഹഫിനെ വെച്ചു. ബഹുമാനപ്പെട്ട അഅ്മശ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നഖഈ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനിങ്ങനെ ചെയ്തത് അദ്ദേഹം വരുമ്പോഴേക്ക് ഞാനിങ്ങനെ ഖുർആൻ ഓതുന്നതും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഖുർആനൊക്കെ കണ്ടാൽ അദ്ദേഹം ഞാനൊരു വലിയ ഖുർആൻ ഓത്തുകാരനെന്ന് മനസ്സിലാക്കി പോകും. അത് വേണ്ട, അതത്ര ശരിയല്ല. ഞാൻ ഓതുന്നത് എൻ്റെ റബ്ബിന് വേണ്ടിയാണ്, അയാൾക്ക് വേണ്ടിയല്ലല്ലോ. അയാൾ ഞാനൊരു വലിയ ഖുർആൻ ഓത്തുകാരനാണെന്ന് പറയാൻ വേണ്ടിയൊന്നുമല്ലല്ലോ എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇത്രയൊന്നും ചെയ്യുന്നില്ല, ഒന്നും നമ്മളെ കയ്യേനില്ല. പക്ഷേ എവിടെയെങ്കിലും കുറച്ച് ഖുർആനോത്തോ അല്ലെങ്കിൽ കുറച്ച് ദിക്റോ അല്ലെങ്കിൽ കുറച്ച് സ്വലാത്തോ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും നിസ്കാരമോ ഇബാദത്തോ ഉണ്ടെങ്കിൽ അതെങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇനി ആര് എത്തിച്ചില്ലെങ്കിലും നമ്മൾ തന്നെ അത് എങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കും. അത് എത്തിക്കാതിരുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു പ്രയാസം. ഞാനൊരു ഇന്നൊരു ദിവസം 500 സ്വലാത്ത് ചൊല്ലി, അതിപ്പോൾ എങ്ങനെയെങ്കിലും രണ്ടാൾ അറിയണം ഞാൻ സ്വലാത്ത് ചെല്ലുന്നുണ്ട് എല്ലാ ദിവസവും എന്ന്. അല്ലെങ്കിൽ ഞാൻ ഒരു ജുസ് ഖുർആൻ ഓതി, അത് റബ്ബ് തന്ന വലിയ തൗഫീഖാണ്. പക്ഷെ അതെങ്ങനെയെങ്കിലും രണ്ടാൾക്കാർ അറിയണമെന്ന് കൊതി നമുക്ക് വല്ലാത്ത വരികയാണ്. കാരണം എന്തേ, നാം ചെയ്യുന്നതൊക്കെയും റബ്ബിനാണ്, റബ്ബിന് വേണ്ടി എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിലേക്ക് വേണ്ടത്ര വരാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നാം ചെയ്യുന്ന അമല് വേണ്ടത്ര നമുക്ക് ഫലപ്രദമാകുന്നില്ല. അതിൻ്റെ കൂലി, അതിൻ്റെ ലസ്സത്ത്, അതിൻ്റെ കിട്ടേണ്ട കൂലികൾ, സവാബുകൾ നമുക്ക് കിട്ടാതെയായി പോകുന്നത് ഇത്തരത്തിലുള്ള ചിന്തകളാണ്. ഒന്ന് ശരിക്ക് ചിന്തിക്കണം. അത് പലപ്പോഴും നല്ല ഇബാദത്തുകളൊക്കെ നമുക്കുണ്ട്, പക്ഷെ അതൊക്കെയും ഇത്തരത്തിലുള്ള ചിന്തകളെ കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ സമയത്താണ് ഈ ചരിത്രം നാം ഓർക്കേണ്ടത്. എന്തുമാത്രം ഖുർആൻ ഓതുന്ന മഹാനവരുകൾ, ഒരാൾ എന്നെ ഖുർആൻ ഓതുന്നു ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് അവിടെ നിന്ന് അയാളെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഞാനൊരു ഖുർആൻ ഓത്തുകാരനെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു പോകരുത് എന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ടവർ ചിന്തിക്കുന്നത്. ഇതാണ് ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കുക, അള്ളാഹുവിന് വേണ്ടി ചെയ്യുക, ആൾക്കാർക്ക് വേണ്ടി ചെയ്യാതിരിക്കുക എന്നതിൻ്റെ വലിയൊരു മാതൃകയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നഖഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സംഭവം, ഈ ചരിത്രം. ഇത് വലിയൊരു പാഠമാകണം നമുക്ക്. നമ്മളൊക്കെയും ചെയ്യുന്ന അമലുകളെല്ലാം നമ്മളാൽ കഴിയുന്നത് മറച്ചു വെച്ച് റബ്ബിന് വേണ്ടി മാത്രം എന്ന് ചിന്തിച്ച് റബ്ബിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് അതിനു വേണ്ടി മാത്രം അമല് ചെയ്യുന്നവരാകണം. അപ്പോഴേ എന്തെങ്കിലും ചെയ്തതിനേക്ക് പ്രതിഫലം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ല, ചെയ്തതൊക്കെയും നഷ്ടത്തിലായി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.